എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ നീറ്റ് എക്സാമിന് കൊണ്ടുപോകുന്നത് അതായത് കമ്പൽസറി ആയിട്ടുള്ള ഐറ്റംസിനാണ് ഇന്ന് ഞാൻ അവിടെ പറഞ്ഞു വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് അഡ്മിറ്റ് കാർഡാണ്. അതായത് നമുക്കറിയാം ഹാൾ ടിക്കറ്റ്. നമ്മളെല്ലാ എക്സാമിനും ഒരു പ്രിന്റ് ഒക്കെ മാക്സിമം എടുത്തു വെക്കാൻ ചാൻസ് ഉണ്ടാവും. പക്ഷെ അതിന് പകരം നിങ്ങൾ ഈ പ്രാവശ്യം നീറ്റ് എക്സാമിന് പോണ സമയത്ത് മാക്സിമം രണ്ടോ മൂന്നോ പ്രിന്റെങ്കിലും എടുത്തു വെക്കുക. മൂന്നെണ്ണമൊക്കെ ആർഭാടായിട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. പക്ഷെ അതിന് ഹെൽപ്ഫുൾ ആയിരിക്കാം. കാരണം നമുക്ക് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് കയറി പോവുക അല്ലെങ്കിൽ ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, അടുത്തത് എടുക്കാൻ വേണ്ടി കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഹോൾ ടിക്കറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോകാൻ വേണം. അതുപോലെ തന്നെ പക്ഷേ സ്റ്റീൽ ബോട്ടിൽസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടിൽസോ ഒന്നും അലോഡ് അല്ല. നമ്മുടെ വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫുൾ വൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസ് മാത്രമേ ഉള്ളിലേക്ക് എന്താക്കുള്ളൂ ഓല് അലൗഡ് ചെയ്യുള്ളൂ. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെണ്ണ് കൊണ്ടുപോകണോ എന്നുള്ളത് ഒരു ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നീറ്റ് എക്സാമിന് അവിടുന്ന് പെണ്ണ് തരികയാണോ ചെയ്യാതെ നമ്മളത് കൊണ്ടുപോകണോ എന്ന് ചോദിക്കുന്നവരോട് പെണ്ണ് നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട. പിന്നെ ആ പെണ്ണ് കൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റില്ല, ആ ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോന്നൊക്കെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അവിടേക്ക് എക്സാം ഹോളിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കൂല, അലൗഡ് ചെയ്യാൻ സമ്മതിക്കൂല. അവിടെ തന്നെ പെണ്ണ് തരികയാണ് ചെയ്യുക. പിന്നെ നമുക്ക് ബോയ്സിന്റെ കാര്യത്തിലും ഗേൾസിന്റെ കാര്യത്തിലും ഡ്രസ്സിങ്ങിന്റെ ഒരു കാര്യത്തിൽ ഒരു പ്രോബ്ലം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സൽവാർസ്, അതായത് സിമ്പിൾ സൽവാർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓവർ പാർട്ടി വെയറോ അല്ലെങ്കിൽ ഓവർ വർക്കുള്ള ഒരു സാധനങ്ങളും യൂസ് ചെയ്ത് ചെരുപ്പിന് പകരം ഹീലുകൾ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഷൂസുകൾ യൂസ് ചെയ്യാതിരിക്കുക. സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുക, അതായത് നമ്മുടെ ഫ്ലാറ്റ് പോലത്തെ ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ബോയ്സിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ടീഷർട്ടും ട്രൗസേഴ്സും ആണ് മെയിനായിട്ടും പറയുന്നത്. ഒരിക്കലും ഷൂസ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ജീനുകൾ ബോത്ത് ഓഫ് ബോയ്സും ഗേൾസിനും വരുന്ന സമയത്ത് ജീനുകൾ ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അത് ഭയങ്കരമായിട്ടും ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ അത് ഭയങ്കരമായിട്ടും എന്താക്കാൻ പാടില്ല, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പാടില്ല. നമുക്ക് എക്സാം ഹാൾക്ക് കൊണ്ടുപോകരുതാത്ത സാധനങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. നമ്മളിപ്പോൾ എക്സാം ഹാളിൽ നമ്മളിപ്പം ക്ലാസ്സിലൊക്കെ പോണ സമയത്ത് സ്മാർട്ട് വാച്ചുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ സ്മാർട്ട് വാച്ചുകൾ, ബ്ലൂടൂത്ത് ഡിവൈസ്, അതുപോലെ തന്നെ ഇയർപോഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഒന്നും നിങ്ങൾ കൊണ്ടുപോകരുത്. ഇഫ് കോച്ച്, അതായത് ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ നല്ല പോണം നിങ്ങൾ പോയിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ കയറുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ ചെക്ക് ഔട്ട് ചെയ്യുക. മൊബൈൽ ഫോൺ, ഇയർപോഡ്, അതുപോലെ തന്നെ നിങ്ങൾ വാച്ചുകൾ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഡിവൈസ്, നെറ്റ്വർക്ക് ഡിവൈസുകളുള്ള ഒരു സാധനങ്ങൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ വേണ്ടിയത്. ഓക്കെ, അത് നിങ്ങൾ കയ്യിലുണ്ട്, പോക്കറ്റിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്താക്കുക, പുറത്തുള്ള വീട്ടിൽ പാരൻസ് ആണ് വരുന്നതെങ്കിൽ സിസ്റ്റേഴ്സ് ആരാ വരുന്ന വെച്ചാൽ അവരുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കണം, ശ്രദ്ധിക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നീറ്റിന് നമുക്കിപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ എനിക്ക് കോഴിക്കോട് സെൻറ്റർ തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ വയനാടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേസ് വയനാടെന്നുണ്ടെങ്കിൽ എനിക്ക് വയനാട് സെൻറ്റേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല ഏത് സ്കൂളിലായിരിക്കും നമുക്ക് കിട്ടുക എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോണ സമയത്ത് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ആ സെൻറ്ററിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം എനിക്കിപ്പോൾ 2 മണിക്കാണ് എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1:30 അല്ലെങ്കിൽ 1:45 എത്താൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും നോക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ 2 മണിക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ ഒരു 11:45 അല്ലെങ്കിൽ 12 മണി ആവുമെങ്കിലും നിങ്ങൾ അവിടെ എത്തണം. അല്ലെങ്കിൽ മാക്സിമം ഒരു 10:45 11 മണി. എനിക്കറിയാം അത് ഓൾറെഡി കൂടുതലാണ്. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് അനുഭവിക്കുന്ന ടെൻഷൻ, അതായത് നമുക്കിപ്പോൾ എക്സാം ഹാളിൽ എത്താൻ പറ്റില്ല, ട്രാഫിക് ബ്ലോക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരാം. സോ അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ എത്തണം അത്രയും നല്ല കാര്യമായിരിക്കും. കാരണം ആ ഒരു സമയത്ത് നമുക്കൊരു അതായത് ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അത് ഭയങ്കരമായിട്ടും ഞാൻ അനുഭവിച്ചുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ മൈൻഡിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥയാണ് നമുക്ക് ഈ ഒരു എക്സാം ഹാളിലേക്ക് പോണ സമയത്ത്. നമ്മൾ എന്താ പറയുക, ചാടി ഓടി നമുക്ക് ഹോൾ ടിക്കറ്റ് ചെയ്ത ക്ലാസ് ചെയ്താൽ എന്നാൽ ഒന്നും ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എക്സാം ഹാളിലൊക്കെ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിലൊക്കെ, അതായത് നിങ്ങൾ സെൻറ്ററിൽ എത്തുന്നതിന് മുമ്പ് 1-2 മണിക്കൂർ മുമ്പ് എത്തണം. അത് വളരെ നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പോണതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഉറങ്ങുക. അപ്പോൾ നാളെ എനിക്ക് നീറ്റ് എക്സാം ആണല്ലോ. സോ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി 2 മണിക്കൂർ ഉറങ്ങി ബാക്കിയുള്ള മണിക്കൂർ പഠിക്കട്ടെ എന്നാണ് നിങ്ങൾ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ നിർത്തി വെക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഉറക്കം നമ്മളെ മെയിനായിട്ടും നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാക്സിമം 8 മണിക്കൂർ നിങ്ങൾക്കിപ്പം എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ എവിടം വരെയാണോ പഠിച്ചത്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എവിടം വരെയാണോ നിങ്ങൾ പഠിച്ചത് അവിടെ വരെ നിങ്ങൾ റിവൈസ് ചെയ്യാം. നിങ്ങൾ 10 പാടാണോ പഠിച്ചത്, ആ പാഠങ്ങൾ റിവൈസ് ചെയ്യുക. ഇനി 20 ആണോ 100 ആണോ എത്ര പാഠാണ് നിങ്ങൾ പഠിച്ചത് അത്രയും നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് പോവുക, കിടക്കുക. ഇല്ല, അപ്പൊ നിങ്ങൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ പോലും പഠിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പഠിച്ചത് എവിടം വരെയാണോ അവിടെ വരെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ഒരു ഒരു എക്സാമ്പിൾ പറയാൻ വാക്കുക, ഒരിക്കലും നിങ്ങൾ എന്താക്കരുത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇതിനായിട്ടും ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതി. ഇനി എക്സാം സെന്ററിൽ എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മുൻകൂട്ടി എന്താക്കണം, നിങ്ങൾ ആ ഒരു സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾ അവിടെ മുൻകൂട്ടി എത്തണം. ഓക്കെ, ഫസ്റ്റ് ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു കാര്യം തന്നെയാണ്. സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്കിങ്ങും എന്തായിരിക്കും വേഗം തന്നെ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആയി. ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം സ്കാൻ ചെയ്യുക, അതായത് സ്കാൻ ചെയ്താണ് ഫോൺ കൊണ്ടൊന്നല്ല കേട്ടോ, നിങ്ങൾ നല്ലപോലെ വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ എങ്ങനെയാണോ 10 +1 +2 ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക, മെയിനായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് എങ്കിലും നിങ്ങൾക്ക് നീറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കാരണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം, നമുക്കത് സെറ്റ് ആക്കാം. സോ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് തലേന്നൊന്നും പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇതൊക്കെ എന്താക്കുക, ഒരു 2 വീക്സ് മുന്നേ അല്ലെങ്കിൽ ഒരു അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗേൾസിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ റിങ്, ഇയറിങ്സ്, നമ്മുടെ മെറ്റലായിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റീലായിട്ടുള്ളത്, ഗോൾഡ് ഒന്നും യൂസ് ചെയ്തൊക്കെ വീട്ടിൽ അയച്ചു വെച്ചിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. സോ ബാക്കി അപ്പോൾ ഇത്രയാണ് നമ്മുടെ നീറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സമയത്ത് ഓൾ ദി ബെസ്റ്റ് വരിക. ഓക്കെ, മറ്റെന്തോ പറയാൻ വേണ്ടി ചേച്ചി മറന്നുപോയി. ഓക്കെ, അപ്പം എല്ലാവരോടും മുമ്പോട്ട് ഒന്നും കൂടി നല്ലവണ്ണം ഫോക്കസ് ചെയ്ത് പഠിക്കുക. റീൽസ് യൂട്യൂബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി ഫോക്കസ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, നമുക്കിനിയും കണ്ടിന്യൂ ചെയ്യാം. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ മോർ വീഡിയോസ് വരും, അറിയാലോ. അപ്പം എല്ലാവരോടും ബൈ.